വെളിയുടെ വിസർജന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ച ഗുരുവായൂർ നഗരസഭയിൽ നിയമലംഘനം പതിവാകുന്നു. ഗുരുവായൂർ നഗരസഭ ഓഫീസിന് തൊട്ടുമുന്നിലുള്ള ക്ഷേത്രപ്രവേശന സ്മാരക പാർക്കിംഗ് ഗ്രൗണ്ടും മഞ്ജുലാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരവുമാണ് ഇപ്പോൾ ദുർഗന്ധത്താൽ ശ്വാസം മുട്ടുന്നത്. ആർടി ഓഫീസും സഹകരണ ബാങ്കും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ജനനിബിഡമായ മേഖലയാണിത്. നിരവധി ഹോട്ടലുകളും കൂൾ ബാറുകളും പ്രവർത്തിക്കുന്ന ഈ പരിസരത്താണ് മനുഷ്യവിസർജ്യം കുന്നുകൂടുന്നത്. രാത്രികാലങ്ങളിൽ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തുന്നുണ്ട്. ഇവിടെ എത്തുന്ന യാത്രക്കാരാണ് പാർക്കിംഗ് ഗ്രൗണ്ടിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത്. വ്യാപാരികളും പൊതുജനങ്ങളും നിരവധി തവണ നഗരസഭയിൽ പരാതിപ്പെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല. പരാതികളുടെ എണ്ണം കൂടുമ്പോൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വന്ന് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ വിതറിപ്പോകും. ഇവിടെ നമ്മുടെ ഗുരുവായൂരിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള അതിഭീകരമായിട്ടുള്ള മണമാണ്. വ്യാപാരികൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഒരുപാട് കാലങ്ങളായത്. നിരന്തരമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ചെന്നിട്ട് നിരവധി പരാതികളും നിവേദനങ്ങളും കൊടുത്തിട്ട് യാതൊരു പരിഹാരമില്ല. ഇവിടെ മൂത്രമണം ഭയങ്കരമായിട്ടാണ്. കടയിൽ പോലും ഒരാൾ ചായ കുടിക്കാൻ വന്നില്ല, എല്ലാവരും പോവാണ്. പിന്നെ രാത്രി എന്ന് പറയുമ്പോൾ ഭയങ്കര ശല്യമാണ്. കഞ്ചാവിന്റെയും ഇവിടെ അടക്കം മൂത്രം വെച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ കടയിൽ കേറി വരുന്നില്ല, അവിടേക്ക് ആരും വരുന്നില്ല. ഞങ്ങൾക്ക് ഇതുപോലെ സ്മെല്ലടിച്ചിട്ട് ഇവിടെ വരുന്ന ഒരു കസ്റ്റമർ പോലും ഞങ്ങളുടെ ഹോട്ടലിൽ കയറി ഒരു ഫുഡ് പോലും കഴിക്കുന്നില്ല. ഞങ്ങൾക്കും പ്രശ്നമാണ് ഭയങ്കര. ഞങ്ങൾ പറഞ്ഞു മതി രാവിലെ തൊട്ട് ഞങ്ങൾ കിടന്ന് അലയ്ക്കുവാണ്. ഈ സ്മെല്ല് കാരണം ഈച്ചയും കൊതുകും എല്ലാം കൊണ്ടും ആകെ ബുദ്ധിമുട്ടായിട്ടിരിക്കും ഞങ്ങൾക്കും. ഞങ്ങൾ ഇത് കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല. ഹോട്ടലുകളിലെത്തുന്ന ഉപഭോക്താക്കൾ ദുർഗന്ധം മൂലം തിരികെ പോകുന്ന അവസ്ഥയാണുള്ളത്. കോടികൾ മുടക്കി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന നഗരസഭ തങ്ങളുടെ മൂക്കിന് താഴെയുള്ള ഈ ആരോഗ്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. TCV, ഗുരുവായൂർ.